ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 11ാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? പച്ചക്കറിത്തോണി. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ കഥ പൂർത്തിയാക്കാനാണ്. അപ്പോൾ നമ്മുടെ കഥയിൽ എന്തായിരുന്നു? പച്ചക്കറികളൊക്കെ ഉരുണ്ട് പുഴയിൽ വീണു അല്ലേ. അങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടി? ഒരു തോണി കിട്ടി. അപ്പോൾ നമുക്ക് ബാക്കി എഴുതാം. പുഴയിൽ വീണ പച്ചക്കറികളെല്ലാം ഒരു തോണിയിൽ കയറിപ്പറ്റി. തോണി തുഴഞ്ഞവർ കരയിലെത്തി. പച്ചക്കറിയിൽ താനാണ് വലുത് എന്ന് പറഞ്ഞ് മുൻപിൽ നടക്കാൻ വേണ്ടി മത്തങ്ങയും കുമ്പളങ്ങയും വഴക്കായി. അങ്ങനെ നടന്ന് അവർ ഒരു നാട്ടുചന്തയിൽ എത്തി. അവിടെ ഒരു കച്ചവടക്കാരൻ എല്ലാ പച്ചക്കറികളും കൂട്ടി വിൽക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ തങ്ങളിൽ ആരും വലിയവരല്ല എന്നവർക്ക് മനസ്സിലായി. സന്തോഷത്തോടെ അവർ നാടുകാണൽ യാത്ര തുടർന്നു. എന്താ മക്കളെ പറയുന്നത്? ഈ മത്തങ്ങയും കുമ്പളങ്ങയും പറയാണ് ഞാനാണ് വലുത്, ഞാനാണ് വലുത്. അങ്ങനെ പറഞ്ഞിട്ട് അല്ലേ, നിങ്ങളൊക്കെ അങ്ങനെ അടിയുണ്ടാക്കാറുണ്ടല്ലോ അല്ലേ, മുൻപിൽ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ മുൻപിൽ കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവർ രണ്ടാളും കൂടെ വഴക്ക് കൂടുകയാണ്. പക്ഷേ കച്ചവടക്കാരൻ എല്ലാം കൂടെ വിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് എന്നല്ലേ. വലിപ്പത്തിലൊന്നും അല്ല കാര്യം. അടുത്തത് എന്താണ്? ആരാണ് സൂപ്പർ? ഇപ്പോൾ തക്കാളിയുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. തക്കാളി എന്താ പറയുന്നത്? ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല. അപ്പോൾ ആരാണത്? തക്കാളിയാണ് അല്ലേ. ഇനി വേറൊരാളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ആരാ നോക്കാം. എപ്പോഴും പൗഡർ ഇട്ട് കാണാം, വലുപ്പത്തിൽ കേമെത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരായിരുന്നു? നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പോഴും പൗഡർ ഇട്ട് പൂശി വന്നത് ആരാ നാട് കാണാൻ വേണ്ടിയിട്ട്? കുമ്പളങ്ങയാണ് അല്ലേ. മക്കൾ അവിടെ കുമ്പളങ്ങയുടെ ചിത്രം വരയ്ക്കണം കേട്ടോ. ഇനി എൻ്റെ വക, മക്കളുടെ വക ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ഒന്ന് കൊടുക്കാവേ. മുരിങ്ങാക്കായുടേത് നമുക്ക് എഴുതാം. കണ്ടാൽ ഞാൻ ചെണ്ടക്കോൽ, ഞാനില്ലാതെ സാമ്പാറും അവിയലുമില്ല. അപ്പോൾ അവിടെ മുരിങ്ങാക്കായുടെ അവിടെ നിങ്ങൾ ചിത്രം വരച്ചു കൊടുക്കുക കേട്ടോ. അടുത്തത് എന്താണ്? വള്ളിയിലാര് ചെടിയിലാര്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ വള്ളിയിലുള്ള പച്ചക്കറികളുടെ പേരുകൾ എഴുതുക, രണ്ടാമത്തേതിൽ ചെടിയിലുള്ള പച്ചക്കറികളുടെ പേരുകൾ എഴുതുക. അപ്പോൾ വള്ളിയിലാരൊക്കെയാ? മത്തങ്ങ, കുമ്പളങ്ങ, കോവയ്ക്ക, പടവലം, വെള്ളരിക്ക, കൊത്തവര, കാവത്ത്. ചെടിയിലോ? വെണ്ട, തക്കാളി, വഴുതന, മുളക്, പപ്പായ, കടച്ചക്ക, മുരിങ്ങാക്കായ. ഇനി കുറേ ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം കേട്ടോ. പിന്നെന്താ പറയുന്നത്? പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം. അപ്പോൾ മക്കളൊക്കെ നന്നായിട്ട് പച്ചക്കറികൾ കഴിക്കണം കേട്ടോ. ഇനി ഇവിടെ ഒരു കുഞ്ഞു പാട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാടാം. ചൊടിയൊടു നട്ടു നനപ്പൂ കുട്ടികൾ, തൊടിയിൽ കൊച്ചു കറിത്തോട്ടം, ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും, ഊണിനു കൂട്ടാം പല കൂട്ടം. നല്ല ഉഷാറോടെ നട്ട് നനച്ച് കുട്ടികൾ തൊടിയിൽ ഒരു കൊച്ചു കറിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, പച്ചക്കറിയുടെ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെന്തൊക്കെയാണുള്ളത്? മത്തന്, വഴുതിന, വെണ്ട ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. ഊണ് കഴിക്കുമ്പോൾ പല കൂട്ടമാണ് അല്ലേ. അടുത്തത് പച്ചക്കറി കൊണ്ട് ചിത്രമുണ്ടാക്കാം. വെജിറ്റബിൾ പ്രിൻറ്റിങ്. അപ്പോൾ ഇതെന്താ നോക്കിക്കേ, മക്കൾ കളർ എടുത്തിട്ട് വെണ്ടയോ അങ്ങനെ ഏതാച്ചാൽ പച്ചക്കറി നടുകെ മുറിച്ചിട്ട് അത് കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ പേപ്പറിൽ വെക്കുകയാണെങ്കിൽ നല്ല നല്ല ചിത്രങ്ങളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മക്കളത് ചെയ്ത് നോക്കണേ. ഇനി അവസാനം എന്താണ്? മുഖഭാവം വരച്ച് ചേർക്കുക. എനിക്ക്. അപ്പം നിങ്ങളുടേതാണ് കേട്ടോ. നിങ്ങൾ താഴെ 3 ഇമോജീസ് തന്നത് കണ്ടോ? സന്തോഷത്തിൻ്റെ, പിന്നെ ഒന്ന് നോർമലായിട്ടുള്ളതും, അതുപോലെ ഒന്ന് സങ്കടത്തിൻ്റെ പോലെ അല്ലേ. അതുപോലെ അപ്പോൾ 3 ഏതാണോ നിങ്ങൾക്ക് മേച്ചാവുന്നത് അതിന് നേരെ വരച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ഒന്നാമത്തേത്, കഥകൾ കൂട്ടുകാർക്ക് മുമ്പാകെ പറയാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് കഴിയെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇമോജി വരയ്ക്കുക കേട്ടോ. കൊച്ചു കഥകൾ എഴുതാൻ കഴിയും. പിന്നെ പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രം ഉണ്ടാക്കാൻ അറിയാം. കഥാഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ കഴിയും. കഥയിലെ രംഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയും. ക്ലാസ്സിനകവും പുറവും ശുചിത്വമുള്ളതാക്കുന്നതിന് പങ്കുണ്ട്. പിന്നെയോ പച്ചക്കറികളുടെ കടങ്കഥ ഉണ്ടാക്കാൻ അറിയാം. പാട്ടുകൾ താളത്തിൽ ചൊല്ലാൻ കഴിയും.
പലതരം വ്യായാമ പ്രവർത്തനങ്ങൾ അറിയാം. കഥാരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയും. സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ എഴുതാനറിയാം. അപ്പോൾ മക്കൾ നോക്കിയിട്ട് ഏതാണോ മക്കൾക്ക് അറിയുന്നതാണെങ്കിൽ ഫസ്റ്റ് സ്മൈലി കൊടുക്കുക അല്ലേ. അറിയാത്തതാണെങ്കിൽ ലാസ്റ്റ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ മാച്ച് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും മക്കളുടെ പേര്, കുഞ്ഞുമക്കളുടെ പേര് എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.